CPM-ന്റെ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. കെങ്കേമമായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. കൊല്ലത്തായിരുന്നു സമ്മേളനം. കൊല്ലത്തെ ചുവപ്പ് കടലാക്കി മാറ്റുന്നതിൽ പാർട്ടി പ്രവർത്തകർ വിജയിച്ചു. 10,000-കണക്കിന് പാർട്ടി പ്രവർത്തകരാണ് സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇത്രയും വലിയ ജനപങ്കാളിത്തത്തോടെ പാർട്ടി സമ്മേളനം നടത്തുന്നതിന് CPM-ന് ബുദ്ധിമുട്ടില്ല. സംഘടനാ ബലവും പണക്കൊഴുപ്പുമാണ് അവരെ സഹായിക്കുന്നത്. മുന്നൊരുക്കങ്ങളും ഗ്രഹപാഠങ്ങളും നടക്കുന്നതുകൊണ്ടാണ് എല്ലാം ചിട്ടയായും ഭംഗിയായും നിർവഹിക്കാൻ സാധിക്കുന്നത്. സംസ്ഥാന സമ്മേളനം ഏതൊരു പാർട്ടിക്കും പ്രധാനപ്പെട്ടതാണ്. അത് പാർട്ടിയുടെ സംഘടനാ ബലം ശക്തിപ്പെടുത്താനും ലക്ഷ്യബോധത്തോടെ അണികളെ ഒരുമിപ്പിക്കാനും സഹായിക്കുന്നു. പാർട്ടിയെ അടിമുടി നവീകരിക്കുന്നതിനാണ് പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്നത്. പാർട്ടിക്കാരിൽ അഭിമാനബോധം വളർത്താനും അവരെ പാർട്ടിയോട് കൂറുള്ളവരും പ്രതിബദ്ധതയുള്ളവരുമാക്കി മാറ്റാനും പാർട്ടി സമ്മേളനങ്ങൾ സഹായിക്കുന്നു. അടിത്തട്ട് മുതലേ ചർച്ചകളും പഠനങ്ങളും തീരുമാനങ്ങളുമെടുത്ത് CPM പോലെയുള്ള പാർട്ടി സമ്മേളനങ്ങൾ നടത്തുമ്പോൾ അത് അവർക്ക് വലിയ പ്രയോജനമാണ് ഉണ്ടാക്കുക. അതായത് മറ്റു ചില പാർട്ടികളിലേതുപോലെ തട്ടിക്കൂട്ട് സംസ്ഥാന സമ്മേളനങ്ങളല്ല ഇടതുപക്ഷ പാർട്ടികൾ നടത്തുക. ഈ സമ്മേളനത്തിൽ വെച്ചാണ് പാർട്ടിയുടെ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ നിശ്ചയിക്കുന്നത്, അതുപോലെ തന്നെ സംസ്ഥാന സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതും ഈ സമ്മേളനത്തിലാണ്. പാർട്ടി സെക്രട്ടറിയായി ഉണ്ടായിരുന്ന ഗോവിന്ദൻ മാഷിനെ തന്നെ തെരഞ്ഞെടുത്തു. കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പാർട്ടി നിയോഗിക്കുകയായിരുന്നു. ഈ സമ്മേളനത്തിലാണ് പ്രതിനിധികൾ അദ്ദേഹത്തെ ഔദ്യോഗികമായി രണ്ടാമതും തെരഞ്ഞെടുത്തത്. പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നയാളും പാർട്ടിക്കെതിരെ എന്ത് വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെയൊക്കെ കൃത്യമായി പ്രതിരോധിക്കുന്നയാളുമായതുകൊണ്ട് അദ്ദേഹത്തിന് രണ്ടാം ഊഴം ലഭിച്ചത് സ്വാഭാവികമായ ഒരു കാര്യമായിട്ടേ എല്ലാവർക്കും തോന്നിയുള്ളൂ. മാത്രവുമല്ല, അദ്ദേഹം മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവനുമാണ്. സെക്രട്ടേറിയറ്റിൽ 17 അംഗങ്ങളാണുള്ളത്. അതിൽ 3 പേര് പുതുമുഖങ്ങളായിട്ടെത്തി. KK ശൈലജ, MV ജയരാജൻ, CN മോഹനൻ. പ്രായപരിധിക്ക് പുറത്തായ ആനാവൂർ നാഗപ്പനും PK ശ്രീമതിക്കും AK ബാലനും പകരമായിട്ടാണ് ഇവർ എത്തിയത്. 88 പേരുള്ള സംസ്ഥാന സമിതിയിൽ 17 പേര് പുതുമുഖങ്ങളാണ്. കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ ത്യാഗികളാണെങ്കിലും പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം ലഭിക്കാത്തവർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ അസ്വസ്ഥതകൾ പുറത്ത് പറയുകയുണ്ടായി. P ജയരാജനും പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M പത്മകുമാറും കണ്ണൂരുകാരി സുകന്യയുമൊക്കെ വാർത്തയുടെ കേന്ദ്രമായി തീർന്നത് ഇങ്ങനെയാണ്. MB രാജേഷും കടകംപള്ളി സുരേന്ദ്രനും ഈ പട്ടികയിൽ പെടുന്നവരാണ്. പ്രായപരിധിയുടെ വക്കിലെത്തിയിട്ടും സാങ്കേതികത്വത്തിൻ്റെ പേരിൽ രക്ഷപ്പെട്ട 2 പേര് EP ജയരാജനും TK രാമകൃഷ്ണനുമാണ്. ഇവർ 2 പേരും ഇപ്പോൾ പാർട്ടിക്ക് പ്രധാനപ്പെട്ടവരായതുകൊണ്ടായിരിക്കണം അവർക്ക് ഈ ഭാഗ്യം തെളിഞ്ഞത് എന്ന് കരുതപ്പെടുന്നു. ഈ സമിതികളിലൊക്കെ അംഗങ്ങളായി തീർന്നവർ മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവരാണ്, മറ്റുള്ളവരൊക്കെ തഴയപ്പെട്ടു എന്നുള്ള സംസാരം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്. തങ്ങൾക്ക് അനുകൂലമായവരെ കൂടെ നിർത്താൻ കഴിയുന്നത് ഒരു നേതാവിൻ്റെ മേന്മയായിട്ടേ കരുതാനാവുകയുള്ളൂ. മുഖ്യമന്ത്രിയുടെ തന്ത്രജ്ഞതയും നേതൃശേഷിയും കരുത്തും വെളിവാക്കുന്നതാണ് പുതിയ സമിതികളുടെ രൂപവും ഘടനയും.
CPM-ന്റെ ഈ സംഘടനാ ഘടനയെക്കുറിച്ച് പറഞ്ഞത് ഈ പാർട്ടിയിൽ മാത്രം MLA-മാരേക്കാൾ MP-മാരേക്കാൾ മന്ത്രിമാരേക്കാൾ സ്ഥാനം പാർട്ടി സ്ഥാനത്തുള്ളവർക്കാണ് എന്നുള്ളതിനാലാണ്. പാർട്ടി പറയുന്നത് പോലെയാണ് CPM-ൽ കാര്യങ്ങൾ നടക്കുന്നത്. കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് മന്ത്രിമാരോ മറ്റുള്ളവരോ അല്ല, പാർട്ടിക്കാരുടെ തീരുമാനപ്രകാരമാണ്. അതുകൊണ്ടാണ് ഇത്തരം സമിതികളിൽ എത്തിപ്പെടാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത്. കൊല്ലം സമ്മേളനത്തിൻ്റെ നയരേഖയും ചർച്ചാ വിഷയവും കേരളത്തെ നയിക്കാൻ പൊതുവഴികൾ എന്നതായിരുന്നു. കഴിഞ്ഞ സമ്മേളനം നടന്നത് കൊച്ചിയിലാണ്. ആ സമ്മേളനത്തിലെ ചർച്ചാ വിഷയം നവകേരളത്തിൻ്റെ പാർട്ടി കാഴ്ചപ്പാട് എന്നതായിരുന്നു. ഇത് രണ്ടും ഞാൻ സൂചിപ്പിച്ചത് പാർട്ടി ഇപ്പോൾ വികസനത്തെ കേന്ദ്രീകരിച്ചാണ് ചിന്തിക്കുന്നത്, തീരുമാനിക്കുന്നത് എന്ന് പറയാനാണ്. വികസനം ലക്ഷ്യം വയ്ക്കാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവുകയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വികസനോന്മുഖമായ വിഷയങ്ങൾ പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്ത് പോരുന്നത്. ഈ വിഷയത്തിൻ്റെ തെരഞ്ഞെടുപ്പ് യാദൃച്ഛികമാണ് എന്ന് കരുതാനുമാവുകയില്ല. ഈ വർഷത്തിൻ്റെ അവസാനം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട്. അടുത്ത വർഷാരംഭത്തിൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ ഇത് രണ്ടും മുന്നിൽ കണ്ടാണ് വികസന അധിഷ്ഠിതമായ ഒരു നയരേഖ പാർട്ടി ചർച്ച ചെയ്തത്, തീരുമാനിച്ചത് എന്ന് വേണം കരുതാൻ. കൊച്ചി സമ്മേളനത്തിലെ വിഷയം വലിയ ചർച്ചകളൊന്നും കൂടാതെ അംഗീകരിക്കപ്പെട്ടു. എന്നാൽ കൊല്ലം സമ്മേളനത്തിൽ ഈ വിഷയം വിമർശന വിധേയമായി തിരുത്തലുകൾ നിർദ്ദേശിക്കപ്പെട്ടു. മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ അതെല്ലാം ഉൾപ്പെടുത്തിയാണ് സംസാരിച്ചത് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കണം. ചുരുക്കത്തിൽ കൊല്ലം സമ്മേളനം പാർട്ടിയുടെ ഒരു സാധാരണ സംസ്ഥാന സമ്മേളനം എന്നതിലുപരി പാർട്ടിയുടെ മൂന്നാം ഊഴം ലക്ഷ്യം വെച്ചുള്ള വളരെ ആസൂത്രിതമായ ഒരു സമ്മേളനമായിരുന്നു എന്ന് വേണം കരുതാൻ.